വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾ സ്പിരിച്വലി അവേക്കണിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇന്ന് പലരും ആത്മീയ ഉണർവിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള റീഡിംഗ് ആണിത്. അതായത് സോൾ പേർപ്പസ് എന്താണെന്നുള്ള റീഡിംഗ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഞാനിവിടെ 2 പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി കണക്ഷൻ തോന്നുന്നത് അത് ചൂസ് ചെയ്ത് റീഡിംഗ് കാണുക. നമ്പർ 1 റീഡിംഗ് ആണ്. ബ്രഹ്മ, ബുദ്ധി, തേജസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ദുർഗ, Nine of Cups, Page of Swords, Eight of Swords, Hierophant, Knight of Wands, Two of Wands, Knight of Wands, Queen of Swords, Ten of Pentacles, Queen of Pentacles. 2 കാർഡ്സ് കൂടി എടുക്കാം. നൈറ്റ് ഓഫ് കപ്സ്. എനിക്ക് തോന്നുന്നു പൂർവികമായിട്ട് എന്തൊക്കെയോ ദോഷങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരെന്ന്. ക്യൂൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 1 റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ആദ്യം ഞാൻ കുറച്ച് സ്പിരിച്വൽ കാർഡ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ദേവത എന്ന് പറയുന്നത് ദുർഗയാണ്. അതുപോലെ ബ്രഹ്മ, ബുദ്ധി, തേജസ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന സ്പിരിച്വൽ കാർഡ്സ് ബ്രഹ്മയും ബുദ്ധിയും, ഒരു ആയുർവേദ കാർഡും വന്നിട്ടുണ്ട്. അത് തേജസ് എന്നുള്ള കാർഡാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാൻ വേണ്ടി വേറെ കുറച്ച് കാർഡ്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റീഡ് ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജി, എന്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, എന്താണ് ഇപ്പം നിങ്ങളുടെ ഈ സിറ്റുവേഷൻ്റെ ഒരു ഇൻറ്റൻഷൻ, അതൊക്കെയാണ് പിന്നത്തെ റീഡിംഗ് വരുന്നത്. അപ്പോൾ ആദ്യം അത് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഇതെന്തിലോട്ടാണ് നിങ്ങളുടെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ റീഡിംഗ് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും, ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ എന്ത് ജോലിയിലോ അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പിലോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ സാഹചര്യം, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു തൃപ്തിയില്ല. നിങ്ങൾക്ക് മറ്റെന്തോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ പാഷനായിരിക്കാം. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലിയായിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പാഷനിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടാവില്ല നിങ്ങൾ. പിന്നെ എന്തോ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു തൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഇത് വേണ്ട, വേറെ എന്തിലോട്ടോ കണക്റ്റ് ആവണമെന്ന് തോന്നുന്ന ആ ടെൻഡൻസി നിങ്ങളുടെ ഹൃദയത്തിൻ്റെതാണ്, നിങ്ങളുടെ ആത്മാവിൻ്റെതാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ നേടിയെടുത്തിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, ഇതുവരെ നേടാൻ പറ്റാത്ത ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിലുപരി നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ടെൻഡൻസി, ഇപ്പോൾ ഉള്ളതല്ല, വേറെ എന്തിലോട്ടോ കണക്റ്റ് ആവണം, വേറെ എന്തോ എനിക്ക്
കിട്ടാനുണ്ട്, എന്തിലോട്ടോ ഞാൻ പോകാനുണ്ട് എന്ന് തോന്നുന്ന ആ ഒരു ടെൻഡൻസി വരുന്നത് സോളിൻ്റെതാണ്. അവിടെ സോളാണ് നിങ്ങളവിടെ പ്രവോക്ക് ചെയ്യുന്നതെന്ന് തന്നെ പറയണം. കാരണം അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇതിലോട്ടേക്ക് പോകണം എന്നുള്ള ടെൻഡൻസി വരുന്നുണ്ട്. അത് നിങ്ങളുടെ സോൾ അവിടെ നിങ്ങളെ എത്തിക്കുന്നതാണെന്നാണ് മനസ്സിലാവുന്നത്. കാരണം നിങ്ങൾ ജനിച്ചത് തന്നെ ഈ ഒരു പേർപ്പസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് നിങ്ങളുടെ പേർപ്പസ് ആയതുകൊണ്ട് തന്നെ അതിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്യണം. ഒരുപാട് പേരെ വെറുപ്പിക്കേണ്ടി വന്നേക്കാം. അതായത് നിങ്ങളുടെ ഫാമിലി ഒക്കെ ഇതിനെതിരായിരിക്കാം. നിങ്ങളുടെ ഫാമിലി അവിടെ എതിരായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജനിച്ച ഫാമിലി എന്ന് പറയുന്നത് കുറേ കർമ്മ ക്യാരി ചെയ്ത് വരുന്നൊരു ഫാമിലിയാണ്. അതായത് പൂർവികമായിട്ട് തന്നെ നിങ്ങൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പൂർവിക ദോഷം പല വഴിക്ക് നിന്നായിട്ട് വന്നൊരു ഫാമിലി ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഇഫക്റ്റും നിങ്ങളുടെ ഫാമിലിയിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് മെയിനായിട്ട് തടസ്സം വന്നിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഫാമിലീൻ്റെ കർമ്മ ക്ലിയറൻസ് നടക്കേണ്ടത് നിങ്ങളിലൂടെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഞാൻ സ്പിരിച്വൽ കാർഡ്സ് വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫാമിലിയിൽ വന്നിരിക്കുന്ന പൂർവിക ദോഷമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന തടസ്സം. ആ ഒരു കാര്യം അവിടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നതാണ് ഇവിടെ വന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കേണ്ട രീതിയിൽ വളരേണ്ട ആൾക്കാരാണ്. പക്ഷേ അത് ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പൂർവിക ദോഷം അവിടെ തടസ്സമായി നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അച്ഛൻ്റെ ഫാമിലി വഴിയായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ദോഷം കിട്ടിയതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാലും ലൈഫിൽ എന്തൊക്കെ നിങ്ങൾ നേടിയാലും എത്ര സമൃദ്ധിയിലാണെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം അവിടെ മിസ്സാവുന്നുണ്ടാവും. ആ മിസ്സാവുന്നത് ശരിക്കും നിങ്ങളുടെ സോൾ പേർപ്പസിലോട്ടേക്ക് കണക്റ്റ് ആവേണ്ട ഒന്നാണ്. അപ്പോൾ ഇവിടെ സോൾ പേർപ്പസിലോട്ടേക്ക് എത്താൻ വേണ്ടി ഡിലേ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഒക്കെ കാണിക്കുന്നത് ആ ഡിലേ എനർജിയാണ്. പക്ഷേ നിങ്ങൾക്ക് അതിലോട്ട് എത്തണം എന്നുള്ള നിങ്ങൾ എന്തിനോട്ടാണോ കൂടുതൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടെൻഡൻസി അവിടെ വരുന്നത് അതിലോട്ടാണ് നിങ്ങൾ കണക്റ്റ് ആവേണ്ടത്. ആ ഒരു ടെൻഡൻസി ഇവിടെ കുറേ പേർക്ക് അതിലോട്ട് എത്തണം എന്നുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ബട്ട് അതിലോട്ട് ചുവട് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞു, പൂർവിക ദോഷം. അതുമല്ലാതെ നിങ്ങൾക്ക് എനർജി ഇംബാലൻസ് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കൂടുതലും ക്യാരി ചെയ്യുന്നത് ഒരു ഫെമിനൈൻ എനർജിയാണ് നിങ്ങൾ കൂടുതലും ക്യാരി ചെയ്യുന്നത്. പക്ഷെ ആ ഫെമിനൈൻ എനർജിയും ബോണ്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഡിവൈനിറ്റിയിലേക്ക് വന്നില്ല. അത് ഡിവൈൻ ഫെമിനൈനിലോട്ടേക്ക് മാറാനുണ്ട്. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് മാസ്കുലൈൻ എനർജീൻ്റെ കുറവ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചിന്തകൾ മാത്രമാണ് മെയിനായിട്ട് അവിടെ നടക്കുന്നത്. ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നിങ്ങൾ തന്നെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. പക്ഷേ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആക്ഷൻ എടുക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ നിങ്ങളിൽ മസ്കുലൈൻ എനർജീൻ്റെ കുറവ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. ഇമാജിനേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. മാസ്കുലൈൻ കൂടി ഒരു ബാലൻസിൽ വരുമ്പോഴാണ് നിങ്ങൾക്കവിടെ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കും. അതായത് രണ്ടും എപ്പോഴും ബാലൻസിലായിരിക്കണം നിൽക്കേണ്ടത്. ഫെമിനൈൻ എപ്പോഴും ഇമാജിനേഷനാണ്, ഫെമിനൈൻ എപ്പോഴും ക്രിയേഷനാണ്. ആ ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഇമാജിനേഷനാണ് ഫെമിനൈൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇമാജിനേഷൻ നടക്കണമെങ്കിൽ അവിടെ മാസ്കുലൈൻ എനർജീൻ്റെ ഒരു പ്രവർത്തനം അവിടെ നടക്കണം. ആ പ്രവർത്തനത്തിലൂടെയാണ് രണ്ടും തുല്യമായി വരുമ്പോഴാണ് അവിടെ ഒന്ന് ക്രിയേറ്റ് ആവുന്നത്. അവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം ക്രിയേറ്റ് ആവണമെങ്കിൽ മാസ്കുലൈൻ്റെ പ്രവർത്തനം അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കാര്യം അവിടെ കാണണമെങ്കിൽ 3D വേൾഡിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അതായത് ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കാണാൻ പറ്റാത്തതാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റും. മനക്കണ്ണിലാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഫിസിക്കൽ കണ്ണിൽ നമ്മളത് കാണുന്നില്ല. നമ്മൾ ഫിസിക്കൽ സെൻസിൽ അനുഭവിക്കണം. അങ്ങനെ അത് ടച്ചബിൾ ആയിരിക്കണം. അങ്ങനെ ഫിസിക്കൽ സെൻസിൽ അനുഭവിക്കണമെങ്കിൽ അവിടെ മാസ്കുലൈൻ്റെ പ്രവർത്തനം ഉണ്ടാവണം. അപ്പോഴാണ് അത് രണ്ടും തുല്യമായി വരുമ്പോഴാണ് അവിടെ ഒരു ക്രിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോഴാണ് അത് ടച്ചബിളായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് എനർജീൻ്റെ ഇംബാലൻസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്.
അതായത് എല്ലാവർക്കും ഇംബാലൻസ് ഉണ്ടാവും, പക്ഷേ നിങ്ങളിൽ ഇപ്പോൾ കൂടുതലും നിങ്ങൾ ക്യാരി ചെയ്യുന്നത് ഫെമിനൈൻ എനർജിയാണ്. അതിൽ മാസ്കുലൈൻ എനർജീൻ്റെ ബാലൻസ് വരാനുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ബോണ്ടഡ് ആണ് ഫെമിനൈൻ എനർജി, അത് ഒരു ഡിവൈനിറ്റിയിലേക്ക് വരാനുണ്ട്. ഫെമിനൈൻ ഉണരാനുണ്ട്, അത് എവേക്കണിങ് ആയില്ല, അവിടെ ഉണരേണ്ട ഒരിതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും വോണ്ടഡായിരിക്കാനുള്ള കാരണം നിങ്ങൾക്ക് വന്നിരിക്കുന്ന പൂർവിക ദോഷമാണ്. ആ പൂർവിക ദോഷം നിങ്ങൾക്ക് കൂടുതൽ ഇഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ ഫാമിലിയിൽ മറ്റെല്ലാവരേക്കാളും കൂടുതലായിട്ട് നിങ്ങളെ ആയിരിക്കാം ഈ പൂർവിക ദോഷം ഇഫക്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ കാണാനുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് അത് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇഫക്റ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ വഴിയാണ് ആ കർമ്മ ക്ലിയറൻസ് അവിടെ നടക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ഫാമിലിയിൽ ജനിച്ചത്. അപ്പോൾ ആ കർമ്മ ക്ലിയറൻസ് നിങ്ങളിലൂടെ നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ദോഷത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുക എന്താണ് ഇതിൻ്റെ റീസൺ. ആ ചോദ്യത്തിലാണ് നമുക്ക് പലതിൻ്റെയും ആൻസർ കിട്ടുന്നതും നിങ്ങൾ അവേക്കണിങ് ആവുന്നതും. അങ്ങനെ അവേക്കണിങ് ആവുന്നതിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ കൂടണം. അപ്പം അതുവഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു കർമ്മ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു അവേക്കണിങ് വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ എന്നല്ല, നിങ്ങളുടെ പൂർവികമായി വന്നിട്ടുള്ള കർമ്മ അവിടെ ക്ലിയർ ആവുന്നത്. അത് നിങ്ങളിലൂടെ മാത്രമാണ് ആ ഒരു കുടുംബത്തിൻ്റെ കർമ്മ തീരുന്നത്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ തന്നെ അത് ഏൽപ്പിച്ചതെന്നാണ് മനസ്സിലാവുന്നത്. ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാവേണ്ട കാര്യം നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി നിങ്ങളുടെ സോളിനുണ്ട് എന്നുള്ളതാണ്. അത്രയും കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് താങ്ങാവുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തരുന്നത്. ദൈവത്തിനറിയാം നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റീസണേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, ആവുന്നവരെടുക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം. നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന പല കാര്യത്തിൻ്റെയും റീസണും ഇതാണ്. പൂർവികമായിട്ടുള്ള ദോഷമുണ്ട്. ആ പൂർവികമായിട്ടുള്ള ദോഷം വന്നത് നിങ്ങളെ അവേക്കണിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. അതുവഴി നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ അസ്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവാനും ഉള്ള ഒരു വേ ആണ് അവിടെ ആ പൂർവിക ദോഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് തന്നെ തരാനുള്ള റീസൺ എന്ന് പറയുന്നത് അത്രയും കപ്പാസിറ്റി നിങ്ങളുടെ സോളിനുണ്ട്. അത്രയും കർമ്മ തീർക്കാനും നിങ്ങൾക്ക് അതിലൂടെ അവേക്കണിങ് ആയി ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്താനും വേണ്ടിയുള്ള കപ്പാസിറ്റി നിങ്ങളുടെ സോളിനുണ്ട് എന്നുള്ളതാണ്. മേ ബി ഇത് പലരുടെയും ലാസ്റ്റ് ബർത്ത് ആയിരിക്കാം, ഓൾഡ് സോൾസ് ആയിരിക്കാം, നിങ്ങൾ സ്റ്റാർ സീഡ് ആയിരിക്കാം. ഇനി സ്പിരിച്വൽ കാർഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിലൂടെയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള ഗൈഡൻസ് കിട്ടാൻ പോകുന്നത് ഇതിലൂടെയാണ്. ആദ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ബ്രഹ്മ എന്ന് പറയുന്ന കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത്, ഇതിൽ രണ്ടാമത് വന്നിരിക്കുന്ന കാർഡ് ബുദ്ധി എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിൽ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാവാം. അതായത് ഇതിൽ പലരും അവേക്കണിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവേക്കണിങ് ആവാൻ പോകുന്ന ആൾക്കാരായിരിക്കാം ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് ഇൻഫോർമേഷൻ വന്നിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്കില്ല. അതായത് എന്തിനാണ് നിങ്ങളുടെ ജനനം, ഈ ഭൂമിയിൽ നിങ്ങൾ എന്തിനാണ് ജനിച്ചതെന്നുള്ളൊരു ഉത്തരം നിങ്ങൾക്കില്ല. മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും ക്ലാരിറ്റി ഉള്ളൊരു ആൻസർ നിങ്ങളിൽ നിന്ന് വരുന്നില്ല. ആ വരാത്തതിനുള്ള കാരണം അതിനൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കാണ് മൈൻഡ്, മായ. അതായത് മായയിലാണ് ഉള്ളത്. ഈ മായയാണ് നിങ്ങളെ സത്യത്തിൽ നിന്നും വേർതിരിച്ച് മാറ്റുന്നത്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് ആ സത്യം മുന്നിൽ വെളിപ്പെട്ട് വരരുത് എന്ന് വിചാരിച്ച് നിങ്ങളുടെ മൈൻഡ് തന്നെ അവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൈൻഡ് എപ്പോഴും നിങ്ങളെ മായയിൽ തന്നെ കുടുക്കി നിർത്തുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ തന്നെ റിട്ടേൺ ചെയ്യപ്പെട്ട നിങ്ങളുടെ ഉള്ളിൽ എല്ലാ ഇൻഫോർമേഷനും ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഉള്ളിലെ ഗുരു ഉണർന്ന് കഴിയുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നത്. അത് ഉണരാത്തതിൻ്റെ കാരണം നിങ്ങൾ ഇപ്പോഴും മായയിലാണ് എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലുള്ള കാര്യങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, ഫ്രണ്ട്സ്, പിന്നെ നിങ്ങളുടെ ജോലി, നിങ്ങൾ എന്തൊക്കെയാണോ ഈ മൊമെൻറ്റിൽ നിങ്ങൾ ആരായിരിക്കുന്നു, അവിടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് ആലോചിക്കണം. അത് നിങ്ങൾക്ക് നല്ലത് വരുത്തുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ എന്താണ് ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു
നിങ്ങൾ ആരായിരിക്കുന്നു, എന്തായിരിക്കുന്നു, എവിടെയുള്ളവരായിരിക്കുന്നു, അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എന്തിലോട്ടോ കണക്ട് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ടെൻഡൻസി നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും തടസ്സം വെക്കുന്നത് ആരൊക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങൾക്ക് മുന്നേ തടസ്സമായി നിൽക്കുന്നത്, അത് അവിടുന്ന് ബ്രേക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് എന്ത് തന്നെ ആയാലും അത് അവിടുന്ന് ബ്രേക്ക് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾക്ക് ചുറ്റിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ കംഫേർട്ട് സോണാണ്, ശരിക്കും നിങ്ങൾക്കിപ്പോൾ അതൊരു കംഫേർട്ട് സോണാണ്. ആ കംഫേർട്ട് സോണ് വിട്ട് പുറത്ത് പോകാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആ ടെൻഡൻസി ഉണ്ട് അത് പുറത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ വിശാലമായിട്ടുള്ള ഒരു ലോകമുണ്ട്, അതായത് ഒരു നിശബ്ദത. ആ നിശബ്ദതയിലാണ് ശരിക്കും എല്ലാ രഹസ്യങ്ങളും ഉള്ളത്. നിങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാ രഹസ്യങ്ങളും ഉള്ളത് ആ നിശബ്ദതയിലാണ്. ആ നിശബ്ദതയിലാണ് കണക്റ്റ് ആവേണ്ടത്. അവിടെ കണക്റ്റ് ആയി കഴിയുമ്പോൾ മൈൻഡ് അവിടെ നിന്ന് കട്ടാവും. മൈൻഡിൻ്റെ ഇത് പിന്നെ അവിടെ നടക്കില്ല. മൈൻഡിൻ്റെ ആ റോള് അവിടെ വർക്ക് ആവാതെ വരും. മൈൻഡിനെ നിങ്ങൾക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റും. മൈൻഡിനെ കൺട്രോൾ നിർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ പിടിയിൽ വരണം. അവിടെ പിടിയിൽ വന്ന് കഴിയുമ്പോൾ മായയിലുള്ള നിങ്ങളുടെ ഫോക്കസ് അവിടെ നിന്ന് മാറും. അതായത് മായയോട് എല്ലാവർക്കും ഒരു വിഭ്രാന്തിയായിരിക്കും. അതിൽ പല കാര്യങ്ങളും ഉണ്ട്. അതാണ് സത്യം എന്ന് വിചാരിച്ച് പലതും നേടാനുള്ള ഓട്ടത്തിലായിരിക്കും പലരും. അതുകൊണ്ട് തന്നെ അവർക്കത് വിട്ട് കളയാനും പറ്റില്ല. പക്ഷേ മൈൻഡിനെ നമ്മളവിടെ കൺട്രോളിൽ നിർത്തുമ്പോൾ നമുക്ക് മായയെന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരും. ആ ഡിറ്റാച്ച്മെൻറ്റിലാണ് ശരിക്കും നമ്മൾ റിയൽ ആയിട്ടുള്ള നമ്മുടെ അസ്തിത്വത്തിലേക്ക് കണക്റ്റ് ആവുന്നത്. അവിടെയാണ് എല്ലാ രഹസ്യങ്ങളും ഉള്ളത്. പ്രപഞ്ചത്തിൻ്റെതായാലും നിങ്ങളെക്കുറിച്ചായാലും എന്തിൻ്റെയും രഹസ്യം അവിടെയാണുള്ളത്, ആ നിശബ്ദതയിൽ. ആ നിശബ്ദതയിലാണ് കണക്റ്റ് ആവേണ്ടത്. അവിടെ കണക്റ്റ് ആവുമ്പോഴാണ് നമ്മൾ സോളുമായിട്ട് കണക്റ്റ് ആവുന്നത്, നമ്മൾ ആ റിയൽ സെൽഫുമായിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നിശബ്ദതയെക്കുറിച്ചാണ് കാണിക്കുന്നത്. അതായത് നിശബ്ദതയിലാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ മായ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ കംപ്ലീറ്റ് ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. ആദ്യം മനസ്സിനോട് തന്നെ ചോദിക്കുക, ഇതെനിക്ക് നല്ലതാണോ എന്നുള്ളത്. ഇപ്പം ലൈഫിൽ നടക്കുന്ന എന്ത് തന്നെ ആയാലും അതെനിക്ക് നല്ലതാണോ എന്നുള്ളത് ആദ്യം മനസ്സിനോട് തന്നെ ചോദിക്കുക. എന്നിട്ട് അത് അല്ല എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ മനസ്സിനോടല്ല ഹൃദയത്തോടാണ് ചോദിക്കേണ്ടത്. അല്ല എന്നാണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനുള്ള ധൈര്യം കാണിക്കുക. ആ ധൈര്യമാണ് ശരിക്കും നിങ്ങളെ പിന്നെ അവേക്കണിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം നിങ്ങൾ അവേക്കണിങ് തന്നെ ആയിരിക്കാം, പക്ഷേ അതിൽ ശരിക്കും കണക്റ്റ് ആയിട്ടില്ല. അവിടെ കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഈ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടെ നിങ്ങളുടെ ലോകം തന്നെ അവിടെ കീറി മുറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അത്രയും കാലമുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പീസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പീസ് എടുത്ത് പിന്നെയും റീകണക്ട് ചെയ്യുമ്പോഴാണ് അവിടെയാണ് ശരിക്കും നിങ്ങളുടെ ലൈഫ് വരുന്നത്. മീൻസ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, എന്നാൽ ഒരിക്കൽ കൂടി പറയാം. പലരും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിന് കമൻസ് വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം. അതായത് നിങ്ങൾ അവേക്കണിങ്ങിലോട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഈ മായ എന്നുള്ള ബ്രേക്കാണ് അവേക്കണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മായ ബ്രേക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയേക്കാം, പല കണക്ഷനും നഷ്ടപ്പെട്ടേക്കാം. പിന്നെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറിയേക്കാം. നിങ്ങൾ താമസ സ്ഥലം മാറിയേക്കാം, ജോലി മാറിയേക്കാം. അങ്ങനെ ലൈഫിൻ്റെ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവേക്കണിങ് ആവുമ്പോൾ സംഭവിക്കുന്ന ഈ നഷ്ടങ്ങൾ പിന്നെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുമ്പം പലതും പല പീസായിട്ട് അകന്നു പോയി. വീണ്ടും ഇതിനെ കൂട്ടി യോജിപ്പിക്കലാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും നിങ്ങൾ ആത്മാവിലൂടെ നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്രിയേറ്റ് ചെയ്യുന്ന ലൈഫ് നിങ്ങളുടെ ഹൃദയം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളുടെ ആത്മാവ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ലൈഫാണ് നിങ്ങളുടേതായ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ സോൾ പേർപ്പസും. നിങ്ങളുടെ ജീവിതം ആ ലൈഫാണ്. പിന്നീട് ചിതറിപ്പോയ കഷ്ണങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന ആ ഒരു ജീവിതമാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. മുന്നേ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ സൗത്ത് നോഡാണ്. അവിടെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാർമിക് ബോഡിയിലുള്ള കാർമിക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ കാർമിക് ബോഡിയാണ്
ആ ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. പിന്നെ സൗത്ത് നോഡിൽ നിന്ന് നോർത്ത് നോഡിലോട്ടേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഈ പീസൊക്കെ ചിതറിപ്പോയ പീസൊക്കെ വീണ്ടും യോജിപ്പിക്കുന്ന മീൻസ് അതിൽ നിന്ന് നല്ല പീസ് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവൂ. പിന്നെ അതിൽ നിന്ന് മിസ്സായിപ്പോയ വേറെയും കുറേ പീസുകൾ വന്ന് അവിടെ ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ പുതിയൊരു ലൈഫായിരിക്കും, ഒരു റീബേർത്ത് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ആവുന്നത്. അവിടെയാണ് നിങ്ങളുടെ നോർത്ത് നോഡ്, അവിടെയാണ് നിങ്ങളുടെ സോൾ പർപ്പസ് ഒക്കെ വരുന്നത് ആ ഒരു ലൈഫിലാണ്. അതായിരിക്കും പിന്നെ നിങ്ങളുടെ ലോകം. ആ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ലോകമാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട ആ ഒരു ലോകം. മുന്നേ ഉള്ളത് കാർമിക്കാണ്, അത് സൗത്ത് നോഡ്. ഇപ്പോഴുള്ളത് നോർത്ത് നോഡ്. അങ്ങനെ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ മിഡിൽ വരുന്നതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യൽ എന്ന് പറയുന്നത്. അതായത് സൗത്ത് നോഡ് എപ്പോഴും കംഫർട്ട് സോൺ ആയിരിക്കും. അതിൻ്റെ മിഡിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ബ്രേക്കിംഗ് ആണ് ചിതറിപ്പോകുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഈ കൂട്ടിയോജിപ്പിക്കലാണ് നോർത്ത് നോഡ്. അതായത് ബ്രേക്ക് ചെയ്തപ്പോൾ സൗത്ത് നോഡ് കംപ്ലീറ്റ് ബ്രേക്കായി കുറേ പീസസ്സായി. ഇതിൽ നിന്നും നല്ല പീസസ് മാത്രം എടുത്ത് നോർത്ത് നോഡ് ക്രിയേറ്റ് ചെയ്യൽ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് കാർഡ്സ് നോക്കാം. ഇനി ഫസ്റ്റ് വന്ന കാർഡ് റീഡ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് ആയിരുന്നു ബുദ്ധി എന്ന് പറയുന്ന കാർഡായിരുന്നു റീഡ് ചെയ്തത്. ഇനി ബ്രഹ്മ എന്ന് പറയുന്ന കാർഡ് റീഡ് ചെയ്യാം. ആദ്യം ബുദ്ധി എന്ന് പറയുന്ന കാർഡ് റീഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ബ്രഹ്മ കാണിക്കുന്നത് ക്രിയേഷനെയാണ് കാണിക്കുന്നത്. അതായത് ബ്രഹ്മാവ് എപ്പോഴും ക്രിയേഷനാണ്. ബ്രഹ്മാവ് എന്ന് പറയുന്ന ദേവതയാണ് അവിടെ വന്നിട്ടുള്ളത്. അതായത് ആ ദേവത എപ്പോഴും ക്രിയേഷനാണ്, സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിക്കപ്പെടുക എന്ന് വേണ്ടത്. നിങ്ങൾക്ക് പലതും സൃഷ്ടിക്കാനുള്ള സമയമായി എന്നുള്ളതാണ് ബ്രഹ്മ കാണിക്കുന്നത്. ഞാൻ ആദ്യം ബുദ്ധിയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഉള്ളിലൊരു നിശ്ചലത വരാനുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കുറച്ച് മുന്നേയും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഫെമിനൈൻ എനർജിയാണുള്ളത്. അപ്പോൾ അവിടെ ഇമാജിനേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാസ്കുലൈൻ്റെ കുറവ് അവിടെ ഉണ്ട് എന്നുള്ളത്. അതവിടെ ബാലൻസ്ഡ് വരുത്താനുണ്ട്. ശേഷം നിങ്ങളിലേക്ക് വരേണ്ടതാണ് ബുദ്ധി. ഈ ബുദ്ധി എന്ന് പറയുന്നത് അവിടെ നിശ്ചലതയാണ്, മായേൻ്റെ ഇല്ലായ്മയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ നിശ്ചലതയിലാണ് പലതും ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിശ്ചലതയിലല്ല, അവിടെ ശൂന്യതയിലാണ് അവിടെ പലതും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ശൂന്യത നിങ്ങളിലേക്ക് വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ക്രിയേഷൻ. അതാണ് ഞാനിവിടെ ഫസ്റ്റ് സെക്കൻഡ് കാർഡ് റീഡ് ചെയ്തിട്ടുണ്ടായത്. പിന്നെയാണ് ഫസ്റ്റ് ബ്രഹ്മ എന്ന് പറയുന്ന കാർഡാണ് ഇപ്പോൾ റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് സൃഷ്ടിക്കേണ്ട സമയമായി എന്നുള്ളതാണ്. നിങ്ങൾക്ക് പലതും ഈ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള സമയമായി എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു ഏത് ചക്രത്തിലാണ് ഇപ്പം നിങ്ങൾ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ബ്രഹ്മാവിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ജപമാല കാണാൻ പറ്റും. ആ ജപമാല കാണിക്കുന്നത്, അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് പ്രപഞ്ചം സൃഷ്ടിയിൽ നിന്ന് ഉപജീവനത്തിലേക്കും, ഉപജീവനത്തിൽ നിന്ന് ലയനത്തിലേക്കും, ലയനത്തിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്കും നീങ്ങുന്ന സമയചക്രത്തെയാണ്, ആ കാലചക്രത്തെയാണ് എപ്പോഴും ബ്രഹ്മാവിൻ്റെ ജപമാല കാണിക്കുന്നത്. അപ്പോൾ ആ ജപമാലയുടെ ആ ഒരു കാലചക്രം, നിങ്ങളുടെ ആ സമയചക്രം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഏത് സൈക്കിളിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ബ്രഹ്മ എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു വിത്തിടേണ്ട സമയമായി. അതിൻ്റെ ഫലം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം വിത്തിടേണ്ട, ഇപ്പം ക്രിയേഷൻ ചെയ്യേണ്ട സമയമാണ്. അതിൻ്റെ ഇൻപുട്ട് ഇപ്പോൾ കൊടുക്കണം. ഔട്ട്പുട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടും. ഇപ്പം വിത്തിടേണ്ട സമയമാണ് എന്നുള്ളതാണ് ഈ ബ്രഹ്മ കാണിക്കുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടത് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ പല ആശയങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. പക്ഷെ അത് വൂണ്ടഡായി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ അത് കാണാൻ പറ്റാത്തത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അവിടെ നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ട സമയമാണ്, ക്രിയേറ്റ് ചെയ്യേണ്ട സമയമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇരുന്നിടത്ത് ഇരിക്കാതെ അതിന് വേണ്ട നടപടി എടുക്കണം. അതിനാണ് ഫെമിനൈൻ മസ്കുലൈൻ എനർജീൻ്റെ ബാലൻസ് അവിടെ നടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിക്കാനുള്ള സമയമായി എന്ന് തന്നെയാണ് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ തേജസ് എന്ന് പറയുന്ന കാർഡ് മൂന്നാമത് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ, നിങ്ങളുടെ ശരീരത്തിലെ, അതായത് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് തിളങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നും ഒരു പ്രത്യേക വൈബ്രേഷൻ വരാൻ തുടങ്ങും. ഈ വൈബ്രേഷൻ നിങ്ങൾക്ക് മറ്റുള്ളവരിലും കൂടി പോസിറ്റീവ് എനർജി കൊടുക്കാൻ വേണ്ടി സഹായിക്കും. അതാണ് നിങ്ങളുടെ മെയിൻ ഒരു പേർപ്പസായിട്ട് വന്നിരിക്കുന്നത്.
അതായത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് പലരും വരും. നിങ്ങളുടെ ഈ ഓറേൻ്റെ ഒരു പ്രകാശം, ഓറേൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കാരണം, അതിലെ ആ പ്യൂരിറ്റി കാരണം നിങ്ങളിലേക്ക് പല ആൾക്കാരും അട്രാക്റ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അട്രാക്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പേർപ്പസായിട്ട് വന്നിരിക്കുന്നത്. ഹൈറോഫൻ്റ് കാണിക്കുന്നത് നിങ്ങളൊരു ഗുരുവാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഗുരുസ്ഥാനീയത്ത് എത്തേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഞാൻ ഈ റീഡിങ്ങിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പലരും റിപ്പീറ്റേഷന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എന്തൊക്കെയാണ് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സോളിനൊരു പ്യൂരിറ്റി വരുമ്പോൾ നിങ്ങളുടെ ഓറയിലുള്ള ബ്രൈറ്റ്നെസ്സും കൂടും. അങ്ങനെ ബ്രൈറ്റ്നെസ്, നിങ്ങളുടെ പ്യൂരിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു തേജസ് വരാൻ തുടങ്ങും. ആ തേജസ്സിൽ കണക്റ്റായിട്ട്, ആ തേജസ്സിൻ്റെ ഒരു അട്രാക്റ്റിംഗ് പവർ കാരണം നിങ്ങളിലേക്ക് പല ആൾക്കാരും കണക്റ്റായിട്ട് വരും. ആ ആൾക്കാർ കുറച്ച് വിഷമങ്ങളൊക്കെ, നിങ്ങൾ അതേ സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലേ ആ എക്സ്പീരിയൻസിൽ നിന്നാണ് മറ്റുള്ളവർക്കും ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക. അവനവൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ അവനവനേക്കാൾ കൂടുതലായി മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഗൈഡൻസ് കൊടുക്കാൻ പറ്റൂ. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. പിന്നെ നിങ്ങളുടെ പൂർവിക ദോഷം ഇല്ലാതാകാൻ വേണ്ടിയും. അപ്പം നിങ്ങളുടെ തേജസ് വർദ്ധിക്കുന്നത് വഴി പലരും വരുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, ഒരു ഗുരു തുല്യനായിട്ട് മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ സോൾ പർപ്പസായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ. നെക്സ്റ്റ് പൈൽ നമ്പർ 2ലേക്ക് പോകാം. പൈൽ നമ്പർ 2ൻ്റെ റീഡിംഗ് ആണ്. കാർഡ്സ് നോക്കാം. ആദ്യം സ്പിരിച്വൽ കാർഡ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വന്നത് ബുദ്ധ, രാധ, ദുർഗ. അഹിംസയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. Tower, 10 of Cups, Ace of Pentacles, 9 of Pentacles, Knight of Cups, Queen of Cups, Seven of Cups, Knight of Swords, Two of Wands, Seven of Wands. ഒരു കാർഡും കൂടി എടുക്കാം. ഡെത്ത്. ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. നിങ്ങൾക്കിവിടെ 4 സ്പിരിച്വൽ കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 2 ദേവതകളാണ് വന്നിട്ടുള്ളത്, രാധ, ദുർഗ. ഇത് 2 ദേവതകളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് ബുദ്ധ എന്ന് പറയുന്നത് ഒരു യോഗയെ കാണിക്കുന്നതാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്, അതിൽ ഗൈഡൻസ് കിട്ടും. പിന്നെ അഹിംസ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കാർഡാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. പിന്നെ താഴെയുള്ള കാർഡ്സൊക്കെ ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ വേണ്ടി എടുത്തതാണ്. ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും നിങ്ങളുടെ ലൈഫ് എന്തിലേക്കാണ് നിങ്ങളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നൊക്കെയുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ടവർ കാർഡാണ്. ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്തിൽ വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്.
ബ്രേക്കപ്പായി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഫസ്റ്റ് പൈയിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് സെക്കൻഡ് പൈയിൽ വന്നിരിക്കുന്നത്. ഇതിൽ കൂടുതലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങൾ അനുഭവിച്ച് അതിൽ നിന്ന് അവേക്കണിങ് ആയി വന്ന ആൾക്കാരെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇത് ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം ഈ ഒരു റീഡിങ് കൂടുതലും കാണുന്നത്. കാരണം ഇവിടെ രാധ എന്ന് പറയുന്ന കാർഡൊക്കെ അതിനെ കാണിക്കുന്നതാണ്. പിന്നെ ഈ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോഴും നിങ്ങളുടെ ബ്രേക്കപ്പൊക്കെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളെ സ്പിരിച്വൽ അവേക്കണിങ് ആക്കാനും നിങ്ങളുടെ സോൾ പേർപ്പസിലോട്ടേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനും വേണ്ടിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സൺ ആര് തന്നെ ആയാലും അവരുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷനാണ്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും നല്ല നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ ഈ വേർപിരിയൽ സംഭവിക്കാനുള്ള കാരണം നിങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലി ഗ്രോത്ത് വരാനുണ്ട്, സെൽഫ് ഗ്രോത്ത് വരാനുണ്ട്. ആ ഗ്രോത്ത് വരാൻ വേണ്ടിയാണ് ഇപ്പോഴുള്ള ഒരു ബ്രേക്കപ്പും ഒരു നോ കോൺടാക്റ്റോ എന്ത് തന്നെയാണെങ്കിലും അത് അങ്ങനെ വന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു റീബേർത്ത് എടുക്കാനുണ്ട്. റീബേർത്ത് മീൻസ് ഇനിയുള്ള പുനർജനനമല്ല, ആത്മാവിൽ ജനിക്കാനുണ്ട്. ആത്മാവിലെ ആ ജനനത്തോടെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് റീയൂണിയൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ റീയൂണിയന് വേണ്ടിയല്ല, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ കംപ്ലീറ്റ് ഇവിടെ എല്ലാവരും ആ ഒരു വ്യക്തിൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെക്കുറിച്ച് തന്നെ ഓവർ തിങ്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ പിന്നാലെ ചേസ് ചെയ്തിട്ട് ഓടുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഓപ്ഷൻസ് പോലും കാണാതെ ആ വ്യക്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് പലരെയും കാണാൻ പറ്റുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിൻ്റെ പുറകെ ഓടുന്നോ അത്രത്തോളം നിങ്ങളുടെ ടൈം വേസ്റ്റാണ്. കാരണം നിങ്ങൾ ആ വ്യക്തിയോട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിലുപരി നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എത്ര കാലം നിങ്ങൾ ആ വ്യക്തിൻ്റെ പുറകെ പോകുന്നോ അത്രയും വർഷങ്ങൾ, അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം നിങ്ങൾക്ക് റീബേർത്ത് എടുക്കേണ്ട സമയമാണിപ്പോൾ. നിങ്ങൾക്ക് ആത്മാവിൽ ജനിക്കേണ്ട സമയമാണ്. ആ ജനനം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരൂ. അല്ലാതെ നിങ്ങൾ അവരുടെ പിന്നാലെ എത്ര ചേസ് ചെയ്ത് പോയിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അത് അതുപോലെ തന്നെ നിലനിൽക്കും. ഇതിലൊരു മാറ്റം കാണണം എന്നുണ്ടെങ്കിൽ റീബേർത്ത് എടുക്കണമെങ്കിൽ ആത്മാവിൽ ജനിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്പിരിച്വൽ പ്രാക്ടീസും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ കർമ്മ കഴിയാനുണ്ട്. അതൊക്കെ കഴിയുമ്പോഴാണ് ഒരു വ്യക്തി ആത്മാവിൽ ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് പോലെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരു ഫാമിലി, ഒരു മാരേജൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിങ്ങളൊരു മാരേജൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ആവുന്നതിലൂടെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവാനുള്ള ഒരിതാണ് കാണുന്നത്. ഇനി ബ്രേക്കായി നിൽക്കുന്നവരാണെങ്കിൽ തന്നെ അത് നിങ്ങളെ സ്പിരിച്വൽ അവേക്കണിങ്ങിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആത്മീയ ഉണർവ് നിങ്ങളിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് പഠിക്കണം എന്നുള്ളതാണ് കാണുന്നത്. ഫസ്റ്റ് പൈലിൽ അവരൊരു ഗുരുവാവണം, മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കണം. അതിനു വേണ്ടിയാണ് അവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അൺകണ്ടീഷണൽ ലവ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഡുവാലിറ്റി എന്ന് പറയുന്ന ഇതിൽ നിന്നൊരു മോചനം കിട്ടും. അതായത് നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഡുവാലിറ്റിയിലാണ്, എപ്പോഴും വേർതിരിവാണ്. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ ഈസി ആയിട്ട് പറ്റും. അതാണിവിടെ രാധയൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഏകദേശം സിറ്റുവേഷൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നോക്കാം. ബുദ്ധ എന്ന് പറയുന്ന കാർഡാണ് ഫസ്റ്റ് വന്നത്. അപ്പം ബുദ്ധ പറയുന്നതെന്ന് വെച്ചാൽ, ബുദ്ധൻ എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു വ്യക്തിയായിരിക്കാം. അതായത് എപ്പോഴും മരത്തിനടിയിൽ ധ്യാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളെപ്പോഴും ബുദ്ധനായിട്ട് കാണുന്നത്. പക്ഷേ അത് കാണിക്കുന്നത് നമ്മുടെ ഒരവസ്ഥയെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ തന്നെ ഒരവസ്ഥ, നമ്മുടെ ഉള്ളിലും ബുദ്ധാവസ്ഥയുണ്ട്. ആ അവസ്ഥേനെയാണ് ബുദ്ധൻ എപ്പോഴും കാണിക്കുന്നത്. ആ ഉള്ളിലെ ബുദ്ധനെ ഉണർത്താനാണ് പറയുന്നത്. ഉള്ളിലെ ബുദ്ധനെ ഉണർത്തണമെങ്കിൽ കഴിഞ്ഞ റീഡിങ്ങിലെങ്ങാനും ഞാൻ പറഞ്ഞിരുന്നു മരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലരെ എനർജി വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. മരത്തിൻ്റെ അടിയിലിരുന്ന് ധ്യാനിക്കുന്നതും അല്ലെങ്കിൽ മരവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ നിങ്ങൾക്ക് ഒരു എനർജി കൂട്ടുന്ന ഒരു കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം.
ഇപ്പം നിങ്ങളൊരു കംഫർട്ട് സോണിലായിരിക്കാം ഉണ്ടാവുക, അവിടെ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നുണ്ടാവാം. ഇപ്പം ബ്രേക്കപ്പ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളുടെ ഒരു കംഫർട്ട് സോണാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഏത് സാഹചര്യം ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുപോരാൻ മടിയുള്ള ആൾക്കാരായിരിക്കാം, അത് ബ്രേക്ക് ചെയ്യാൻ ധൈര്യമില്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് അതൊക്കെ ധാരണയാണ് നിങ്ങളുടെ. പല മിഥ്യാധാരണകളും നിങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതൊക്കെ മാറണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് എപ്പോഴും നമ്മുടെ ഉള്ളിലെ ആ ശൂന്യതയെയാണ് അനുഭവിച്ചറിയേണ്ടത്. ബുദ്ധൻ പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ശൂന്യത അതുതന്നെയാണ് ബുദ്ധാവസ്ഥയിൽ വരുന്നത്. ബുദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതൊരവസ്ഥയാണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങളും എത്താനുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധൻ ഉണരാനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളെ ഇതിൽ നിന്ന് തടയുന്നത് എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ഉപേക്ഷിക്കാനാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തോന്നാത്ത കാര്യമായിരിക്കാം, പക്ഷെ എന്നാൽ പോലും അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്. എന്തൊക്കെ നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ തടഞ്ഞു നിർത്തുന്ന കാര്യം മെറ്റീരിയൽ ലൈഫിലെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങൾ ഇല്ലാതാവണം. ആഗ്രഹങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ്, പക്ഷേ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസിന് ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ, തടസ്സമായിട്ടുള്ള കാര്യമാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അതൊരു ബുദ്ധാവസ്ഥയിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റും. ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നം എന്ത് തന്നെ ആയാലും അങ്ങനെ ഒരു ബുദ്ധൻ നിങ്ങളുടെ ഉള്ളിൽ ഉണരുമ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള സൊല്യൂഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഈസി ആയിട്ട് പരിഹരിക്കാനും പറ്റും. ആ സമയത്താണ് ശരിക്കും നിങ്ങളുടെ ഉള്ളിലെ വിശാലമായിട്ടുള്ളൊരു ലോകം തുറന്നു വരുന്നത്. ആ സമയത്ത് ശരിക്കും നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഡുവാലിറ്റി എന്ന് പറയുന്ന അതിൽ നിന്ന് മോചനവും കിട്ടും. മായ എപ്പോഴും ഡുവാലിറ്റിയാണ്, സത്യം എപ്പോഴും വണ്ണസ്സാണ്. ആ വണ്ണസ്സിലാണ് നിങ്ങൾ കണക്റ്റ് ആവേണ്ടത്. ആ ഡുവാലിറ്റിയിൽ നിന്ന് ബ്രേക്ക് ആവാനുണ്ട്. എപ്പോഴും മൈൻഡ് എപ്പോഴും ഡുവാലിറ്റിയിലാണ്, എപ്പോഴും മായയാണ്. അവിടെ എപ്പോഴും വേർതിരിച്ചാണ് ചിന്തിക്കുന്നത്. അതാണ് ഇവിടെ രാധ കാണിക്കുന്നത്. സെക്കൻഡ് കാർഡ് രാധയാണ് വന്നിരിക്കുന്നത്. രാധ കാണിക്കുന്നത് എപ്പോഴും പ്രണയത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയാണ് രാധ കാണിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. അവിടെ ഡുവാലിറ്റി ഇല്ല, അവിടെ വണ്ണസ്സാണ്, അവിടെ വേർതിരിവോ ഒന്നുമില്ല. പ്രണയം എന്താണ് ഇവിടെ രാധ കാണിക്കുന്നത്? പ്രണയത്തിൻ്റെ മൂർധന്യാവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് വരാനുണ്ട്. ആ അൺകണ്ടീഷണൽ ലവിൽ നിന്നാണ് നമുക്ക് ഒരാളെ പ്രണയിക്കാൻ പറ്റുന്നത്. ആ പ്രണയം എത്രത്തോളം മനോഹരമാകണം എന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് നമ്മൾ വിട്ടുകൊടുക്കണം. അവിടെ സ്വയം നഷ്ടപ്പെടലാണ് ഉണ്ടാവുന്നത്. ആ നഷ്ടപ്പെടലിൽ നിന്നാണ് നമ്മളെ കണ്ടെത്തുന്നത്. ആദ്യം പ്രണയം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ വ്യക്തിയോട് പ്രണയം തന്നെയാണോ അല്ലെങ്കിൽ ഇഷ്ടമാണോ തോന്നുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇഷ്ടം എപ്പോഴും സിമിലാരിറ്റിയാണ്. അവിടെ കണ്ടീഷൻസ് ഉണ്ടാവും, ഡുവാലിറ്റി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ പ്രണയത്തിൽ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ അനുഭവിച്ചറിയുന്നതാണ് പ്രണയം. അതിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി പ്രണയത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. നമ്മുടെ ആത്മാവിനെ നമ്മൾ മറ്റൊരു ശരീരത്തിൽ അനുഭവിച്ചറിയുന്നത്. അതാണ് പ്രണയത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെഫിനേഷൻ. അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ആത്മാവിനെ മറ്റൊരു വ്യക്തിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ആ വ്യക്തിയായിരിക്കും നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ മറ്റൊരു ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ പൂർണ്ണമായ സമർപ്പണം ഉണ്ടാവണം. ആ വ്യക്തിയിൽ സ്വയം മറന്നു പോകും. അപ്പോഴാണ് പ്രണയത്തിൻ്റെ ആ ഒരു രാധ എന്ന് പറയുന്ന ഭാവം നമ്മളിൽ ഉണർന്നു വരുന്നത്. രാധ എന്ന് പറയുന്നത് ഒരു ഭാവമാണ്. ബുദ്ധ എന്ന് പറയുന്നത് ഒരു അവസ്ഥയെ പോലെ രാധ എന്ന് പറയുന്നത് ഒരു ഭാവമാണ്. ആ ഭാവം നമ്മളിൽ ഉണർന്നു വരുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രണയിക്കേണ്ടത്. അതായത് എത്രത്തോളം അൺകണ്ടീഷണൽ ആയിരിക്കണം നമ്മുടെ പ്രണയം എന്ന് പറയുന്നത്. രാധ എന്ന് പറയുന്ന ഭാവം ഉണർന്നു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നിങ്ങളിൽ അങ്ങനെ ഉണരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കൂ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണർ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ രാധ എപ്പോഴും കൃഷ്ണനിൽ കണ്ടുകൊണ്ടിരുന്നത് തൻ്റെ തന്നെ ആത്മാവിനെ തന്നെയാണ്, അനുഭവിച്ചതും ആ ആത്മാവിനെ തന്നെയാണ്. രാധ എപ്പോഴും സ്വന്തം ആത്മാവിനെ അനുഭവിച്ചത് കൃഷ്ണൻ്റെ ശരീരത്തിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണനിൽ എപ്പോഴും രാധയ്ക്ക് പൂർണ്ണ സമർപ്പണം ഉണ്ടായത്.
അതാണ് പ്രണയത്തിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥ. അവിടെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ രാധ ഉണരുന്നത്. രാധ എന്ന് പറയുന്ന ഭാവം നമ്മൾ ആ പ്രണയത്തിൻ്റെ ഏറ്റവും ആ പീക്കിലെത്തുമ്പോഴാണ് രാധ എന്ന് പറയുന്നൊരു ഭാവം നമ്മളിൽ ഉണരുന്നത്. അതുപോലെ ദുർഗ എന്ന് പറയുന്ന കാർഡാണ് മൂന്നാമത് വന്നിരിക്കുന്നത്. അവിടെ ഫെമിനൈൻ്റെ മറ്റൊരു ഭാഗത്തെ കാണിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഫെമിനൈൻ്റെ രാധ എന്ന് പറയുന്ന ഭാവത്തെയാണ് കണ്ടത്. നെക്സ്റ്റ് വരുന്നത് ദുർഗ എന്ന് പറയുന്ന ഭാവത്തെ. ദുർഗയിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്, ദുർഗ എന്ന് പറയുന്ന ഭാവം ഉണരുമ്പോൾ അവിടെ ഒരു ഫെമിനൈനിൻ്റെ ഏറ്റവും ധൈര്യവും കോൺഫിഡൻസും ഉള്ള ഒരു ഭാഗമാണ് നിങ്ങളിൽ ഉണരേണ്ടത്. അപ്പോൾ ദുർഗ എന്ന് പറയുന്ന ഭാവം നിങ്ങളിൽ ഉണരുമ്പോൾ അവിടെ ഒരു ഫെമിനൈൻ്റെ കോൺഫിഡൻസും ശക്തിയും എത്രത്തോളം ആ ഒരു ഫെമിനൈന് എത്രത്തോളം തിന്മകളെ ഇല്ലാതാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ദുർഗ എന്ന് പറയുന്ന ഇതിലൂടെ വരുന്നത്. അപ്പോൾ 2 ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത്, രാധയും ദുർഗയും. അപ്പം ഈ 2 ഭാഗങ്ങളും നിങ്ങളുടെ ഫെമിനൈൻ എനർജിയിൽ ഉണരാനുണ്ട്. രാധ പ്രണയത്തിൻ്റെതും ദുർഗ അഹിംസേൻ്റെതും. അതായത് ദുർഗ എന്ന് പറയുന്ന കാർഡ് നിങ്ങളോട് പറയുന്നത് ബൗണ്ടറി വെക്കേണ്ടടുത്ത് വെക്കണം, എതിർക്കേണ്ടത് എതിർക്കണം, തിന്മയെ എതിർക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് അഹിംസ വന്നിരിക്കുന്നത്. അവിടെയും അതുതന്നെയാണ് കാണിക്കുന്നത്. ഓവറോൾ എനർജി തന്നെ അതാണ് വന്നിരിക്കുന്നത്. അതായത് സത്യത്തിന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് സത്യത്തിന് വേണ്ടി നിലനിൽക്കണം മീൻസ് കൂടുതലും ഇങ്ങനെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളവരെ കെയർ ചെയ്യണം എന്നൊക്കെയുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് വഴി അവേക്കണിങ്ങിലോട്ട് വരേണ്ട ഒരു സാഹചര്യം വന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ പേർപ്പസിലോട്ടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ഉണരേണ്ടത് രാധ എന്ന് പറയുന്ന ഭാവമാണ്. പിന്നെ ദുർഗയിലൂടെയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നത്. പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ദുർഗ എന്ന് പറയുന്ന നിങ്ങളുടെ ഉള്ളിലെ മറ്റൊരു ഭാവം ഉണരുമ്പോഴാണ്. അവിടെയാണ് നിങ്ങൾക്ക് ധൈര്യമുള്ളത്, കോൺഫിഡൻസ് ഉള്ളത്, എന്തും ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഉള്ളത് അവിടെയാണ്. അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്. എല്ലാതരം ഫ്രീഡവും നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ അവിടെയാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എത്രത്തോളം പവർ ഉണ്ട്, ആ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ മനസ്സിലാകുന്നത് ഈ ദുർഗ എന്ന് പറയുന്ന ഭാവം നിങ്ങളിൽ ഉണരുമ്പോഴാണ്. അതൊരു ദേവതയാണ്. ആ ദേവതേൻ്റെ ഒരു ഭാവം നിങ്ങളിൽ ഉണരുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിയായ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ആ മനസ്സിലാക്കലിലൂടെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇതിലോട്ടേക്കാണ് നിങ്ങൾ വരേണ്ടത്, സോൾ പേർപ്പസിലോട്ടേക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പേർപ്പസിലോട്ടേക്ക് എത്താനും നിങ്ങളുടെ സോൾ പേർപ്പസ് എന്താണെന്നുള്ള കാര്യവും ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവേക്കണിങ് ആയതെന്നുള്ള കാര്യം പറഞ്ഞു. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പലരും കമൻസ് ഇടുന്നുണ്ട് റിപ്പീറ്റേഷൻ ഓവർ ആവുന്നതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി വീഡിയോ എടുത്ത് കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.